ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മോഷണം നടത്തിയ കേസിൽ ജീവനക്കാർ കീഴടങ്ങി. സത്യം ഇങ്ങനെ കണ്ടാൽ അവർ പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്. എന്താണ്? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ രണ്ടു പേരായിരുന്നു കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആദ്യം നോക്കിക്കൊണ്ടിരുന്നു തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയും അതിനുശേഷം ഹൈക്കോടതിയും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. അവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിട്ടുണ്ട്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ ഈ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നല്ലോ മൂന്നുപേരും മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് തെളിവ് എവിടെ? 1 കോടിയുടെ എടുത്തതിന്റെ തെളിവ് എവിടെ? നമുക്ക് തെളിവല്ലേ ആവശ്യം? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്നതിന്റെ ദേഷ്യം നമ്മുടെ അടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവര് തന്നെ പറഞ്ഞു. അത് കേൾക്കാൻ നല്ല രസമുണ്ട്.